സ്മോക്കേഴ്സിൽ ഈ മസിലിൻ്റെ കൊളാജൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. അതായത് നമ്മുടെ മസിലിനകത്തുള്ള കൊളാജൻ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിട്ട് മസിൽ തന്നെ വീക്കാവും, ബലക്ഷയം സംഭവിക്കും. ആ ബലക്ഷയം സംഭവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിള്ളലുണ്ടായിട്ട് അതുവഴി ഹെർണിയ ഉണ്ടാകും. ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദരാശയ ഭിത്തിയിലുണ്ടാകുന്ന വിള്ളലുകളിലൂടെ ഉദരാശയത്തിൻ്റെ കണ്ടൻസ്, അതിൻ്റെ ഉള്ളിലുണ്ടാവേണ്ടുന്ന സാധനങ്ങൾ അതിൻ്റെ അംശമോ അല്ലെങ്കിൽ അതായി തന്നെയോ കുടലായിട്ട് തന്നെയോ പുറത്തേക്ക് വരുന്നതിനെ, ആ ഉദരാശയ ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. അത് പക്ഷേ പുറത്തേക്ക് തന്നെ വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നെഞ്ചും വയറും തമ്മിൽ വേർതിരിക്കുന്ന ഡയഫ്രം എന്ന് പറയുന്നൊരു മസിൽ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളൊരു അവയവമാണ്. അപ്പോൾ അതിന് ഇതേപോലെ വിള്ളലുകളുണ്ടാക്കും. അപ്പോൾ അതിനകത്തോട്ട് ആമാശയോ അല്ലെങ്കിൽ ചെറുകുടലോ വൻകുടൽ തന്നെയോ നെഞ്ചിനകത്തോട്ട് കയറും. അതിനെയും ഹെർണിയ, ഡയഫ്രമാറ്റിക് ഹെർണിയ എന്നാണ് പറയുന്നത്. അതിനെയും ഹെർണിയ എന്ന് പറയുന്നത്. ഈ ഇൻഗ്വനൽ ഹെർണിയ എന്ന് പറയുന്നൊരു സംഭവം, അത് കൂടുതൽ നമ്മളെ തുടയിടുക്കിലാണ് വരുന്നത്. വയറിൻ്റെയും കാലിൻ്റെ ഇടയ്ക്കുള്ള ആ വേർതിരിവിൻ്റെ ഭാഗത്ത് ചെറിയ വിള്ളലുണ്ടായിട്ട് ആ വിള്ളലിലൂടെ പുറത്ത് വന്നിട്ട് നമ്മൾ കുടലിറക്കമെന്ന് പൊതുവെ പറയാം. ഇത് നമ്മൾ ചികിത്സിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ചികിത്സിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ നിത്യജീവിതത്തിൽ പല രീതിയിലും നമുക്ക് സ്ട്രെയിൻസ്, അതായത് ഒരു ചുമയോ അല്ലെങ്കിൽ സ്നീസിങ്ങോ തുമ്മലോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ വയറ്റിനകത്തുള്ള പ്രഷർ കൂടും. പൊതുവേ ഇൻഗ്വനൽ ഹെർണിയ ആണുങ്ങളിലാണ്, പുരുഷന്മാരിലാണ് കൂടുതൽ വരുന്നത്. അത് പല കാരണങ്ങളും, ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അല്ലാതെ തന്നെ അമിതമായിട്ട് ഭാരം എടുക്കുന്നവർക്ക് ഹെർണിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം പല രീതിയിൽ ഹെർണിയ ഉണ്ടാവാം. പിന്നെ ഈ ഹയറ്റസ് ഹെർണിയ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഭാരം എടുക്കുന്ന ഒബീസിറ്റിയിലുണ്ട്. അതായത് കൂടുതൽ വണ്ണമുള്ളവർക്ക് ഈ ഹയറ്റസ് ഹെർണിയയുടെ സാധ്യത കൂടുതലാണ്, അവർക്ക് സിംറ്റംസും കൂടുതലാണ്.